വീടിൻ്റെ ഭംഗി കളയാതെ മുറ്റത്തെ സ്ഥലം ബ്ലോക്ക് ചെയ്യാതെ എങ്ങനെ ഒരു കിടിലൻ കാർ പോർച്ച് പണിയാം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ട മോഡൽ ഒന്നുമല്ല ഇത്. സാധാരണ പോർച്ച് പണിയുന്ന പൈസയ്ക്ക് കുറച്ചുകൂടി പ്രീമിയം ലുക്ക് കിട്ടിയാലോ, അതും ലൈഫ് ലോങ് ഗ്യാരണ്ടിയോടെ. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ കാർ പോർച്ചിനെ കുറിച്ചുള്ള സങ്കല്പം മാറും. ഈ പോർച്ച് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, എങ്ങനെ പണിതു, ഇതിൻ്റെ അളവുകൾ, കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ചിലവ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏരിയയിലാണ് റൂഫ് ചെയ്യാനുള്ളത്. റൂഫ് എന്ന് പറഞ്ഞാൽ പോർച്ച്. പിന്നെ അത്യാവശ്യം ഒരു ചെരിവ് ഉള്ളൊരു സ്പേസിലാണ്, അതായത് സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. മുറ്റത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെരിവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ ഷീറ്റ് ഇടാനുള്ള പോർച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. നേരത്തെ ഈ വീടിന് കോൺക്രീറ്റിൻ്റെ പോർച്ച് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ള വണ്ടി തന്നെ സാധാരണ നമ്മൾ പോർച്ച് പണിയെന്നുള്ള അതേ പ്രശ്നം. പിന്നെ വണ്ടി പുറത്ത് കിടക്കും. ആ കാണുന്ന ഓട്ടോറിക്ഷ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് പോർച്ച്. അപ്പം അതിൻ്റെ സൈഡ് ഫുള്ളും നനയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു വലിയ പോർച്ചാക്കുന്നു. പിന്നെ പോർച്ചിനകത്ത് കാറ് മാത്രമേ വെക്കാൻ പറ്റുന്നുള്ളൂ. അവർക്ക് ബൈക്ക്, സ്കൂട്ടി അങ്ങനത്തെ വണ്ടിയെല്ലാം ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ പുതിയൊരു പോർച്ച് നിർമ്മിക്കുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വൈറ്റ് ടൈപ്പിൽ 2 കാല് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. 2 പിന്നെ ഇപ്പോഴത്തെ എല്ലാ മോഡലിൽ നിന്നും വ്യത്യാസമായി ഇപ്പോൾ എല്ലായിടത്തും 4 കാലിനുള്ള പോർച്ചുകളൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതിന് പകരം 2 ടൈപ്പ്, 2 കാല്, അതായത് വൈറ്റ് ടൈപ്പിൽ 2 കാലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് കുറേ പുറകിലോട്ട് ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കയറുമ്പോൾ തട്ടാതെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അതായത് ഡോറൊക്കെ തുറക്കുമ്പോൾ പിന്നെ അത്യാവശ്യം സ്പേസ് കിട്ടും ആ കാലിൻ്റെ അടുത്തോട്ട്. 4 കാലാകുമ്പോൾ കറക്റ്റ് ഒരു തട്ടുന്ന പ്രശ്നം ഉണ്ടാകും, അതൊക്കെ കുറഞ്ഞ് കിട്ടും. ഫ്രണ്ടിൽ നിന്നുള്ള പിന്നെ ഒടിഞ്ഞ്, അതായത് റോഡിൽ നിന്നൊക്കെ വളഞ്ഞ് കയറുന്ന സ്പേസ്, അതായത് മുറ്റത്താണെങ്കിലും വളഞ്ഞ് വരുമ്പം കാല് കുറേ പുറകിലോട്ട് ഇറങ്ങിയിരിക്കുമ്പം പിന്നെ വണ്ടി നിർത്താനും ഒടിച്ചെടുക്കാനൊക്കെ ഒത്തിരി സ്പേസ് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള പോർച്ചുകളെ ആശ്രയിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 4x4 കാല് ചെയ്തിരിക്കുന്ന 4x4 2mm പൈപ്പ്, 2mm പൈപ്പാണ്. പിന്നെ അത് പിന്നെ 2mm തന്നെ എടുക്കണം. അത് 16 ഗേജിൻ്റെയൊക്കെ പൈപ്പ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിലും നല്ലത്, കാരണം അത്യാവശ്യം ലോഡ് താങ്ങേണ്ടതുകൊണ്ട് പിന്നെ 2mm തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ 6x6 പൈപ്പൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഹെവി സെറ്റപ്പായി. പക്ഷേ 6x6 എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ 4x4 എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് തന്നെ അതാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ അതിനുള്ള ഫൗണ്ടേഷൻ കുഴി കൂടി എടുക്കുന്നുണ്ട്. അതിന് കുഴിയും അത്യാവശ്യം വലിപ്പത്തിൽ എടുക്കണം. അതും ഒരു മെയിൻ പ്രശ്നമാണ്. നല്ല ആഴത്തിൽ കുഴി എടുത്തില്ലെങ്കിൽ ഇത് നിൽക്കണ്ടേ. അപ്പം ഇവിടെ കുറച്ചധികം നമ്മൾ താത്തേണ്ടി വന്നില്ല, കാരണം കുറേ എടുത്തിട്ട മണ്ണും സംഭവമൊക്കെ ഉണ്ട് അതിനൊരു സൈഡിൽ. ഒരു സൈഡ് പിന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കോൺക്രീറ്റിൻ്റെ പണിയും കൂടി ഇവിടെ നമുക്ക് വരുന്നുണ്ട്. വൈറ്റ് ടൈപ്പിലുള്ള 2 കാല് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണപ്പാക്കി എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പിന്നെ ഷീറ്റ് ഇടുന്നതാണ് തന്നെ ഒരു പിന്നെ മതിലിൻ്റെ ഷേപ്പിൽ ഷീറ്റ് ഇട്ടെടുക്കണം. പക്ഷേ ഫ്രണ്ട് വശം നമുക്ക് വീടിനോട് നല്ല അതേ ചെരിവിൽ തന്നെ വരണം. വീടിൻ്റെ ചെരിവിലല്ല, ആ ഒരു മുറ്റത്തിനൊരു ചെരിവ് ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെരിവിൽ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ മതിലിൻ്റെ അതേ തിരിവ്, മുറ്റത്തിൻ്റെ ചെരിവ് എന്ന് പറയുമ്പോൾ മതിലിൻ്റെ അതേ തിരിവിൽ തന്നെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ പോർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ചെയ്ത് വരുമ്പം ഒരു സൈഡിൽ 20 അടി ഷീറ്റ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 25 അടി പിന്നെ ഷീറ്റാണ് നമ്മൾ ലെങ്ത് ചെയ്യുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അത് 20 അടിയിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പിലാണ് പോർച്ചിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്, ഡിസൈൻ ഇരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇവിടെ N ടൈപ്പ് പോർച്ച് അടിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ ആദ്യം പറഞ്ഞ പ്ലാനിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ചും കൂടി തിരിഞ്ഞിട്ട് പിന്നെ മാക്സിമം 20 അടി ഷീറ്റ് അല്ലെങ്കിൽ 22 അടി ഷീറ്റിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ആ തിരിവും കൂടി അവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മൊത്തത്തിൽ വന്നപ്പോൾ തിരിവും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പമെന്ന് തോന്നിയതുകൊണ്ട് ആ രീതിയിലേക്ക് മാറ്റി. ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണപ്പ് തിരിച്ചിട്ട് തൂണ് വെക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. അല്ലാതെ വേറെ ഇതിന് വലിയ റിസ്ക് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 2 സൈഡിലോട്ടും കറക്റ്റ് തിരിവിൽ ചെയ്യണം. 2 തൂണും കൂടി വാട്ടർ ലെവൽ ചെയ്യണം. അതായത് തിരിവും തൂക്കും എല്ലാം കൂടി നോക്കി വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം സംഭവം സെറ്റ് ചെയ്യാൻ. അങ്ങനെ തന്നെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം തണുപ്പ് തിരിച്ചിട്ട് നമ്മൾ അടിയിൽ ചരട് കിട്ടുന്നതിന് ഒരു പൈപ്പ് തന്നെ എടുത്ത് വെച്ചു, കാരണം പൈപ്പ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതേ തന്നെ തിരിച്ച് അതേ തന്നെ സ്പോട്ട് ചെയ്ത് നിർത്തി പിന്നെ കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കുവാണ്. ആദ്യത്തെ കാല് റെഡിയാക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇവിടെ നല്ല അടിപൊളി കപ്പലുണ്ടായി, കാരണം അതൊക്കെ നമ്മൾ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആദ്യം കളയണ്ടെന്നെല്ലാം വിചാരിച്ചിന്, ഇനി ഇപ്പുറത്തോട്ട് ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ പറഞ്ഞു 2 കാർ ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ളിൽ വേണം. അപ്പം ഇതിൻ്റെ കാറിൻ്റെ ഈ പോർച്ചിൻ്റെ വീതി വരുന്നത് 20 അടിയാണ്.
20 അടി വീതി, പിന്നെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 25 അടിയോളം ഒരു സൈഡ് വരുന്നുണ്ട്, മറ്റേ സൈഡ് 22, 23 അങ്ങനെയുള്ള റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കാരണം ഈ മൂലമാണ്, ആ മൂലയാണ് മെയിനായിട്ട് പ്രശ്നം. ആ മൂല ഒരു കോണ് വരും, പക്ഷേ ആ മുറ്റത്തിൻ്റെ ആ കോണിൽ തിരിച്ചു കഴിഞ്ഞാൽ വീടിന് നേരെ കോണിപ്പായിട്ട് കിടക്കും വണ്ടി പോർച്ച്. അപ്പം പിന്നെ വണ്ടി ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ വണ്ടിയിൽ രണ്ട് സൈഡിലും ഈ വഴിയുടെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ഓരോ കഴുക്കോല് പോലെ ഒരു സാപ്പോ സെറ്റ് ചെയ്യുന്നത്. അത് 4x2 പൈപ്പാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ 4x2 പട്ടിക ഫുള്ള് പുറത്തോട്ട് അടിക്കുകയാണ്. അത് ഉള്ളിൽ ഇറക്കി വെച്ച് അടിക്കുന്നുണ്ട്, കാരണം തൂണ് കഴിഞ്ഞിട്ട് അതേപോലെ പുറത്തോട്ടും കൂടി ഓരോ കഷ്ണം കൂടി വെക്കാൻ പ്ലാനുണ്ട്. കാരണം അങ്ങനെ വെച്ചാലേ പിന്നെ നമുക്ക് ഭാവിയിൽ സീലിംഗ് ഒക്കെ അടിക്കുമ്പം പിന്നെ അത് വൃത്തിയായി കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ബോർഡർ പൈപ്പും കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബോർഡർ വെക്കുമ്പോൾ ആ കനമൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് പിന്നെ രണ്ട് സൈഡിൽ കഴുക്കോല് പോലെ സംഭവം വെച്ച് കഴിഞ്ഞിട്ട് മൊത്തം പട്ടികമായിട്ട് മാത്രം, അതായത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പട്ടികയായിട്ട് ഫുള്ള് അത് 4x2 പൈപ്പ് തന്നെയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത്. കാരണം അത് തന്നെയായിരിക്കും. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇടക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. വണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുക്കോല് പോലെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതിനെക്കാളും ചിലവ് കുറവും. പിന്നെ അധികം കനം വരാതിരിക്കുകയാണെങ്കിൽ സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയുണ്ടാവും. പിന്നെ ബോർഡറായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 6x1 പൈപ്പാണ്. അപ്പോൾ 6x1 മൂന്ന് സൈഡിൽ ബോർഡറും ബാക്ക് സൈഡിൽ പാത്തിയും. ബാക്ക് സൈഡിൽ പിന്നെ പാത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ഒരു സൈഡ് റോഡിൽ നിന്ന് കാണും, ഫ്രണ്ട് സൈഡ് മുറ്റത്തിൽ നിന്ന് കാണാം. അപ്പുറത്തെ സൈഡ് വലിയ കുഴപ്പമില്ല, എന്നാലും ആ ഷീറ്റിൻ്റെ അടിച്ചൊന്നും കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു പൈപ്പും കൂടി എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ. ആദ്യത്തെ ദിവസം നമ്മൾ പിന്നെ തൂണെല്ലാം ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് പോകുമായിരുന്നു. കാരണം തൂണ് ശരിക്കും ഉറപ്പിക്കാതെ ഇതിൻ്റെ മണ്ടയിൽ കൂടുതൽ പൈപ്പ് കയറ്റി കഴിഞ്ഞാൽ തിരിവെല്ലാം, കാരണം പിന്നെ അത്യാവശ്യം സ്ട്രോങ് നിന്നില്ലെങ്കിൽ പിന്നെ തിരിവിലെല്ലാം വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ രണ്ടാമത്തെ ദിവസം വന്നിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയായിരുന്നു പണി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺക്രീറ്റ് ഉറക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അടുത്ത ദിവസം സെറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത ദിവസം തന്നെ ഫുള്ള് വെൽഡിങ്ങിൻ്റെ പണി ഫുള്ളായിട്ട് തീർത്തിന്. കാരണം ഞങ്ങൾ വരാൻ കുറച്ച് അങ്ങക്ക് വേറെയും പണി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പാത്തിയുടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തിയുടെ വർക്കിന് നമ്മൾ നിലയിടാൻ വേണ്ടിയിട്ട് 2 നിലയുടെ മുകളിൽ പാത്തിയുടെ വർക്കാണ്. അപ്പം നിലയിടാൻ വേണ്ടിയിട്ട് ഇതിന് കൊണ്ടുവന്ന പൈപ്പെല്ലാം കൂടി എടുത്ത് നിലയിടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി അതിൻ്റെ ഇടയ്ക്ക് ചെയ്തത്. കാരണം പിന്നെ നിലയിടാൻ വേണ്ടിയിട്ട് സ്കഫോൾഡിങ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊന്നും സ്റ്റാൻഡ് ഇടാൻ പറ്റാത്ത സ്പേസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പാത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസം നമ്മൾ പണി തുടങ്ങാൻ കുറേ ലേറ്റ് ആയതുകൊണ്ട്, പണി തുടങ്ങാൻ ലേറ്റ് ആയതല്ല, ആ പണി തീരാൻ ലേറ്റ് ആയതുകൊണ്ട് ഈ പണിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം രണ്ടാം ദിവസം നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുമായിരുന്നു. കാരണം ആദ്യത്തെ ദിവസം അതേപോലത്തെ കുറേ അതിൻ്റെ പണിയെടുത്തു, രണ്ടാം ദിവസം അതേപോലത്തെ അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇതിന് നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് പ്രൈമർ അടിക്കാൻ കാരണം പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട്. പ്രൈമർ മാത്രം അടിക്കുമ്പോൾ ഒരു പിന്നെ പ്രൈമറിന് പെട്ടെന്നൊരു നരയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പം ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടി അടിക്കാൻ പ്ലാനുണ്ട്. അപ്പം 2 കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് ആണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ബോർഡറിനെല്ലാം ഫുള്ള് വൈറ്റ് കളറും കൂടി അടിക്കാൻ പ്ലാനുണ്ട്. കാരണം മൊത്തം ബ്ലാക്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ലുക്കുണ്ട്. പിന്നെ ഈ പോർച്ചിന് ഏകദേശം മൊത്തത്തിൽ 500 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട്. കാരണം ചെരിവാണെങ്കിൽ പോലും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാഡിങ്ങിൻ്റെ ഷീറ്റ്, അതായത് ലൈനർ ഷീറ്റ്, ഓക്സിയുടെ ലൈനർ ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ അതിന് 4-0 ഷീറ്റും 4-7 ഷീറ്റും, തെങ്ങ് വരുന്നിടത്ത് 4-7, ബാക്കി എല്ലാ 4-0 ഷീറ്റും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും ഈ പോർച്ചിനും മൊത്തത്തിൽ വരുന്ന ചിലവ്, സീലിംഗ് ഇല്ലാതെ വരുന്ന ചിലവ് പിന്നെ 80,000 രൂപയാണ്. സീലിംഗ് ഇല്ലാതെ, പെയിൻറ്റിങ് അടക്കം കോൺക്രീറ്റിങ് എല്ലാം അങ്ങനെയുള്ള വർക്കുകൾ മൊത്തം. ഇനി സീലിങ്ങിൻ്റെ വർക്കും കൂടി കിടക്കുന്നുണ്ട്. സീലിംഗ് പിന്നെ ഏത് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും റേറ്റ് വരിക. അപ്പോൾ അതും കൂടി ചെയ്യാനുണ്ട്, അത് കൂടി ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതുപോലെ കാർ പോർച്ച് ചെയ്ത് ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെക്കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ പലരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ പലർക്കും ഇതേപോലെ കാർ പോർച്ചൊക്കെ ചെയ്തിട്ട് ഒരു കാർ ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് അബദ്ധം പറ്റിയവരുണ്ടാവും. കാരണം ഭാവിയിലൊരു വണ്ടി വലുതാക്കുമ്പോഴോ സ്കൂട്ടിയൊക്കെ വാങ്ങുമ്പോൾ, ഒരു ബൈക്കൊക്കെ വാങ്ങുമ്പം ഇടാനുള്ള സ്പേസ് ഇല്ലാണ്ട് അബദ്ധം പറ്റിയവർ ഒത്തിരി ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഷീറ്റ്, ലൈനർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പോർച്ച് ചെയ്യുന്നത് അടിയിൽ നിന്ന് കാണാനൊരു ലുക്ക് ഉണ്ടാവും, പ്രീമിയം ലുക്ക് ഉണ്ടാവും. കാരണം നോർമൽ ഷീറ്റിനെ അപേക്ഷിച്ചൊരു ലുക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതുപോലത്തെ ലൈനർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ പോർച്ച് ചെയ്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റിന് ലൈനർ ഷീറ്റെന്നും ക്ലാഡിങ് ഷീറ്റെന്നും നമ്മുടെ ഈ നാട്ടുകളിൽ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും.
മറ്റുള്ളവർക്കും കൂടി. ചിലവരോട് ക്ലാഡിങ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതെന്തോ ഷീറ്റ് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. പിന്നെ ഏത് ഷീറ്റായിട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയുന്നത് ക്ലാഡിങ് ഷീറ്റാണ്, ഞങ്ങളുടെ അടുത്ത് ലൈനർ ഷീറ്റാണെന്നാണല്ലോ പറയൽ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ഷീറ്റിന് പേരുണ്ടെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് നമുക്കത്ര വലിയ പിടിയില്ല കേട്ടോ. അപ്പം ലൈനർ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം കണ്ടോ, ഇത് പിന്നെ അടുത്ത റിബ് കിട്ടും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഷീറ്റ് അടിച്ചെടുക്കും അതിന്, കാരണം കുറച്ചും കൂടി അടുപ്പിച്ച് പിന്നെ ഇത്തിരി ഹൈറ്റ് കൂടിയ റിബ്, അതായത് കുറച്ച് അടുത്തുള്ള റിബ്. അതുകൊണ്ട് തന്നെ അതിനൊരു കുറച്ചും കൂടി ടെമ്പർ കൂടിയ ഷീറ്റാണ്. കാരണം ആടെ ഒരു തെങ്ങുണ്ട്, തെങ്ങ് മുറിക്കാൻ മടിച്ചിട്ട് നമ്മളങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. കാരണം പാർട്ടിക്ക് ഒരു മുറിക്കാൻ മടിയെന്നല്ല, പിന്നെ തെങ്ങൊക്കെ നശിപ്പിച്ച് കളയണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ, അതായത് മെയിൻ റോഡ് ഹൈവേ ആണ്, ഹൈവേയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മുകളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ നിന്ന് ഒരു സീലിങ്ങും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വീടാണ്, ഈ വീടിന് ഇതിൻ്റെ കുറച്ച് വിട്ടിട്ട്, കാരണം ഈ വീടിന് ഓൾറെഡി ഫ്രണ്ടിലൊരു പോർച്ച് ഉണ്ട്. അപ്പോൾ ആ പോർച്ചൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ പോർച്ചിലൊരു വണ്ടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഇടുമ്പോൾ തന്നെ ബാക്ക് സൈഡ് നനയാൻ തുടങ്ങും. പിന്നെ അതാണ് ഈ പിന്നെ കോൺക്രീറ്റ് പിന്നെ പോർച്ചാക്കി കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു പോർച്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പോർച്ചിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിംഗ് ആണ് നമ്മുടെ മെയിൻ ഐറ്റം. അതുപോലെ തന്നെ പലതരം വെൽഡിങ് വർക്കുമായിട്ടുള്ള പിന്നെ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ ഒത്തിരി ഉള്ളത്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിന് വേണ്ടി സബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഈ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ അഭിപ്രായങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.